ഇതാണ് ബിഫോർ കേട്ടോ, നന്നായിട്ട് കണ്ടില്ലേ. ഇനി കണ്ടില്ലേ ആഫ്റ്റർ, ബിഫോർ ആഫ്റ്റർ കണ്ടില്ലേ. നമുക്ക് ആഫ്റ്റർ കണ്ടതിന് ശേഷം ആ ഒരു ബിഫോറിലേക്ക് പോകുമ്പം എന്തൊക്കെയോ ഒരു എന്തോ ഒരു ക്ലാരിറ്റി ഇല്ല, ഒരു കളറില്ല, ഒന്നുമില്ലാത്തൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫീൽ തോന്നില്ലേ. ഇതേപോലെ തന്നെയാണ് നിങ്ങൾ വലിയ ക്ലാരിറ്റി ഉണ്ട്, ക്ലിയർ ഉണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് സ്റ്റാറ്റസ് വെക്കുന്ന സമയത്തും ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതിനൊന്ന് നമുക്ക് മാറ്റിയെടുക്കണ്ടേ. കണ്ടപ്പോൾ തന്നെ ഒരുപാട് പേര് സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കാൻ നോക്കുന്നുണ്ടാവും. കാരണം എഡിറ്റിംഗ് അല്ലേ, ആപ്പ് യൂസ് ചെയ്യേണ്ടി വരും, ഓപ്ഷൻസ് നോക്കേണ്ടി വരും, അങ്ങനെയൊക്കെ വിചാരിച്ചില്ലേ. നിങ്ങൾ ഇതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള ഐഡിയാസ് ഇല്ലെങ്കിലും ഒരു ഓപ്ഷൻസും കാര്യങ്ങളും ഒന്നും നോക്കാതെ ഞാൻ ഈ പറയുന്ന ലെവലിൽ നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കും. ഒന്നുകൂടെ പറയാണ്, ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് പ്രോ ലെവലിൽ എഡിറ്റിങ്ങോ അല്ലെങ്കിൽ അതിഭീകരമായിട്ടുള്ള എഡിറ്റിങ്ങോ ഒന്നുമല്ല. സാധാരണക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് യാതൊരു ക്രിയേറ്റിവിറ്റി ഇല്ലാത്തൊരു മനുഷ്യൻ എങ്ങനെ സിമ്പിൾ ആയിട്ട് അവരുടെ ഫോട്ടോസ് മനോഹരമാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് സ്നാപ്സീഡ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ സഹായം ആവശ്യമുണ്ട്. കേട്ടപ്പോൾ തന്നെ അയ്യോ ഇനിയിപ്പോൾ ഒരുപാട് സെറ്റിംഗ്സ് ആയിരിക്കും, അവിടെ ലെവൽ ഇവിടെ ലെവൽ, ഓപ്ഷൻസ്, അത് ഇത് ഇത്ര പെർസെൻറ്റേജ് കൊടുക്കുക എന്നുള്ള സംഭവം ഒന്നുമില്ല. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, സ്നാപ്സീഡ് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നേരെ നിങ്ങൾ ഗാലറി പോയിട്ട് നിങ്ങൾക്ക് വേണ്ട പിക്ചർ ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഫേസ് ഒന്നും ഇല്ലാത്ത ഒരു നാച്ചുറൽ ആയിട്ടൊരു ഫോട്ടോ ആണ് എടുക്കുന്നത്. ഫേസിൻ്റെ ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം ഇവിടെ ഷെയർ എന്നുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് സ്നാപ്സീഡ് എന്ന ആപ്പ് കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമുക്ക് ഓൾറെഡി കുറേ പ്രീസെറ്റുകൾ തന്നിട്ടുണ്ട്. കണ്ട് സ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രീസെറ്റുകൾ തന്നിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ ഇവിടേക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ബെറ്റർ ആയിട്ടുള്ള ഒരു പിക്ചറായിട്ട് ആയിക്കഴിഞ്ഞാൽ ജസ്റ്റ് ടിക്ക് ചെയ്യുക. ഡൺ ചെയ്ത് കഴിഞ്ഞാൽ വേറെ പണി ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ആ പ്രീസെറ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പല സമയത്തും ചിലപ്പോൾ നമുക്ക് ആ പ്രീസെറ്റിലുള്ളത് കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ഇവിടെ ഈ ടൂൾസ് എന്ന് പറഞ്ഞ ഐക്കണ്ട്. ഇതിൻ്റെ പേരെന്താണ്, അതാണ് ഇതാണെന്നൊന്നും ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാ ടൂൺ ഇമേജ് എന്ന് പറഞ്ഞാൽ ഇത് ഫസ്റ്റ് നിങ്ങൾക്ക് സെറ്റിങ്സ് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരിക. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കണ്ടില്ലേ, ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രൈറ്റ്നസ് കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്താൽ ബ്രൈറ്റ്നസ് കുറയും. ഇതേപോലെ തന്നെയാണ് എല്ലാ സെറ്റിങ്സ് ചെയ്യേണ്ടത്. അപ്പോൾ ബ്രൈറ്റ്നസ് ഇതാ ഞാൻ കുറച്ചൊന്ന് കൂട്ടി കൊടുത്തു. അതിനുശേഷം മുകളിലേക്കാക്കി കഴിഞ്ഞാൽ താഴേക്കാക്കി കഴിഞ്ഞാൽ സെറ്റിങ്സ് ഏതൊക്കെയാണോ വേണ്ടതെന്നുള്ളത് നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ ഇതാ മുകളിലേക്കാക്കി കഴിഞ്ഞാൽ കോൺട്രാക്ട്സ് വന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കാം. എത്രയാണ് അതിൻ്റെ ലെവലൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ലെന്നേ. നിങ്ങൾക്ക് ആ ഒരു ഭംഗി കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറക്കാം, കൂട്ടാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. അതിനുശേഷം ഒന്നും കൂടി നമുക്ക് മുകളിലേക്ക് സാച്ചുറേഷൻ വന്നു. സാച്ചുറേഷൻ നമുക്ക് ഫേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കാം. അതിനുശേഷം അടുത്ത സെറ്റിങ്സ് ഞാൻ ഇതും കുറച്ച് കൂട്ടി. അതിനുശേഷം ഒന്നുകൂടെ ഹൈലൈറ്റ് ഞാൻ കുറച്ചങ്ങ് കൂട്ടി. അതിനുശേഷം ഒന്നും കൂടെ സെറ്റിങ്സ് ഷാഡോ വന്നു. അതും ഞാൻ കൂട്ടണമെങ്കിൽ വേണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറക്കാം. ഞാൻ കുറച്ചൊന്ന് കുറച്ചു. അതിനുശേഷം നേരെ മുകളിലേക്ക് വരും. ഇത് നമുക്ക് വാം ആക്കണോ കൂളാക്കണോ എന്നുള്ളതാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു കൂള് കൊടുത്തു. അതിനുശേഷം വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നേരെ അങ്ങ് ടിക്ക് ചെയ്യുക. ഇപ്പോൾ തന്നെ ഈ ഒരു പിക്ചർ തന്നെ അടിമുടി മാറിയിട്ടുണ്ട്. ഇങ്ങനെ ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഏത് ഏരിയ ആണോ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ടത് അത് വേണമെങ്കിൽ ഇങ്ങനെ സൂം ചെയ്തും സൂം ഔട്ടൊക്കെ ചെയ്ത് വെക്കാം. ഈ ഒരു ഏരിയ ഉള്ളത് കുറച്ച് ബ്രൈറ്റ് ആയിട്ട് കാണും. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ബ്രൈറ്റ് കണ്ടില്ലേ ഇങ്ങനെ കുറക്കാം. അപ്പോൾ കണ്ടില്ല ആ സൈഡിലൊക്കെ ഒരു ചെറിയ രീതിയിലൊരു ഡാർക്ക് ഫീൽ വരും. അതേപോലെ തന്നെ സെറ്റിങ്സിൽ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തുള്ള ഭാഗം നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടാം, കുറക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. അതിനുശേഷം ടിക്ക് ചെയ്തു. ഇപ്പോൾ ഇനി നമുക്ക് ബിഫോർ നോക്കാം. കണ്ടില്ലേ എന്തൊരു മാറ്റല്ലേ. ഇനി ആഫ്റ്റർ പൊളി. അതിനുശേഷം സെലക്റ്റീവ് എന്ന് പറഞ്ഞ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെലക്റ്റഡ് ആയുള്ള കളേഴ്സ് സാച്ചുറേഷൻ കൂട്ടാനും ബ്രൈറ്റ്നസ് കൂട്ടാനൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ അതാ ഗ്രീനിൽ സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ അവിടെ ബ്രൈറ്റ്നസ് കണ്ടില്ലേ കൂട്ടാം. ഇതേപോലെ തന്നെ മുകളിലേക്കാക്കി കഴിഞ്ഞാൽ സെറ്റിങ്സ് മാറും. കണ്ടില്ലേ കോൺട്രാസ്റ്റ് കൂട്ടി, സാച്ചുറേഷൻ കൂട്ടി. നമുക്ക് വേണമെങ്കിൽ നമ്മളനുസരിച്ച് ഓവർ കൂട്ടണമെന്നില്ല, നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യാം. ഒന്ന് കൂട്ടി കൊടുത്തു. ഇനി നമുക്ക് വേറൊരു കളറ് കൂട്ടണം എന്നുണ്ടെങ്കിൽ സെറ്റിങ്സ് ഒക്കെ ഫുൾ നമ്മുടെ കൺട്രോളിലാണ്. ഏത് കളേഴ്സാണോ വേണ്ടത് അതെല്ലാം നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ടിക്ക് ചെയ്ത് കൊടുക്കാം. ഏതൊരു മൊബൈൽ ഫോൺ എടുത്താലും ഈ ഒരു ലെവലിൽ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതിനുശേഷം സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡൺ എന്ന് കൊടുത്താൽ മാത്രം മതി. നേരെ നിങ്ങളുടെ ഗാലറിയിലേക്ക് സേവ് ആവുന്നതാണ്. ഇതേ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മുടെ ഫേസ് വെച്ചിട്ട് നമ്മളൊരു പോർട്രേറ്റ് ഫോട്ടോസ് അങ്ങനെ എന്തെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫേസിൻ്റെ ഒരു അഡീഷണൽ സെറ്റിങ്സ് കൂടെ വരുന്നുണ്ട്. അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ടൂൾ ഓപ്ഷനിൽ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സിങ് തന്നെ നിങ്ങൾ സെയിം ആയിട്ട് ചെയ്യുക.
ടൂൾസിൽ പോയിട്ട് ഇപ്പോൾ നമ്മൾ ഫേസിലുള്ള ഇമേജ് ആണ് എഡിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പോർട്രേറ്റ് അതുപോലെ തന്നെ എഡ് പോസ് എന്ന് പറഞ്ഞ 2 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ പോർട്രേറ്റ് ഞാൻ സെലക്ട് ചെയ്തു. പോർട്രേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ലോഡിങ് ഉണ്ടാവും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബ്രൈറ്റ്നെസ് കൂട്ടി കൊടുക്കാം. കണ്ടില്ലേ, ആ ഫേസിൻ്റെ ഭാഗം മാത്രം നമുക്ക് ബ്രൈറ്റിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ശേഷം മുകളിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ സെറ്റിങ്സ് വന്നു. അതിൽ സ്കിൻ സ്മൂത്തിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതും നമുക്ക് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഐ ക്ലാരിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഐ കുറച്ചുകൂടെ ഒന്ന് വൈറ്റ് ആയിട്ട് വരും. അവിടെ മൊത്തത്തിൽ അങ്ങ് മാറി അതിനുശേഷം ടിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഹെഡ് പോസ് വേണമെങ്കിൽ നമുക്കൊന്ന് ഇപ്പോൾ ഹെഡൊക്കെ ഒന്ന് ആ പൊസിഷന് ചെറുതായിട്ടൊക്കെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ ഇങ്ങനെ വരുന്നു. അതിനുശേഷം കണ്ടില്ലേ ആ ഒരു ഹെഡ് ഇങ്ങനെ ചെറുതായിട്ട് മൂവ് ആകുന്നത് കാണാൻ സാധിക്കും. അത് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി, അതിന് മാത്രം വലിയ റിസ്ക് എടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനത് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ബിഫോർ ഒന്ന് കാണാം. ഓക്കെ, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് കാണുന്ന പോലെ ഉണ്ട് അല്ലേ. ഇനി അങ്ങ് വിട്ട് കഴിഞ്ഞാൽ കളർഫുൾ ആയിട്ടുള്ള സൂപ്പർ ഇമേജാണ് നമുക്കിവിടെ കിട്ടുന്നത്. കണ്ടില്ലേ, ബിഫോർ ആഫ്റ്റർ. സംഭവം കൊള്ളാമല്ലേ. കുറച്ച് നേരത്തെ അറിയേണ്ട കേസായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നില്ലേ. ഞാനിത് പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. നമ്മൾ വ്ളോഗ് ചെയ്യുന്ന സമയത്തോ ട്രാവൽ പോകുന്ന സമയത്ത് DSLR-ലൊക്കെ എടുത്ത് അത് ഫോട്ടോഷോപ്പിലോ അല്ലെങ്കിൽ വേറെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലൊക്കെ എടുത്ത് ഒരുപാട് സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്ക് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നുണ്ടാവും. ലൈവായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. ആ ഒരു സമയത്ത് നമ്മുടെ കയ്യിലുള്ള ഏത് മൊബൈൽ ഫോൺ ആവട്ടെ ഒന്നങ്ങ് പിക്ക് ചെയ്യുക, ഒരു 30 സെക്കൻഡ് വും 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 എന്ന് ആക്കി കഴിഞ്ഞാൽ നമുക്ക് വേറെ ലെവലിലേക്ക് നമ്മുടെ ഫോട്ടോസിനെ മാറ്റാൻ സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സ് ചോദിക്കും അത് ഏതാടാ, ക്യാമറ ഏതാടാ, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് ഏതാടാ എന്ന് തീർച്ചയായിട്ടും ചോദിക്കും. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്തോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതും നിങ്ങൾക്ക് ഇത് ആദ്യം അറിയാമായിരുന്നോ എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏതൊരു സാധാരണക്കാരനും ചെയ്തെടുക്കാവുന്നുള്ളൂ. ഒന്ന് ട്രൈ ചെയ്യുക. ഇതൊരു പ്രോ ലെവൽ എഡിറ്റിംഗ് ഒന്നുമല്ല, അത് ഞാൻ ഒന്നും കൂടെ പറയുകയാണ്. ജസ്റ്റ് സിമ്പിളായിട്ട് ഒരു നോർമൽ ആൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതും ഇതുപോലുള്ള വീഡിയോ വേണോ എന്നുള്ളതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.